കേന്ദ്രത്തിൽ ബി.ജെ.പി. അധികാരത്തിലെത്തിയ ശേഷം തങ്ങൾക്ക് താൽപ്പര്യമില്ലാത്ത സർക്കാരുകൾക്കും രാഷ്ട്രീയ നേതാക്കൾക്കുമെതിരെ നിരന്തരം ഉപയോഗിക്കുന്ന ആയുധമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മാറി. എന്നാൽ പ്രതിപക്ഷ വേട്ടയ്ക്ക് അന്വേഷണ ഏജൻസികളെ ആയുധമാക്കുമ്പോഴും ബി.ജെ.പിക്കാരും അവരോട് ചേർന്ന് നിൽക്കുന്നവരും എന്ത് അഴിമതി നടത്തിയാലും ഒരു ഏജൻസിയും തേടിയെത്തില്ല. ഇ.ഡി, സി.ബി.ഐ, ആദായ നികുതി വകുപ്പ് എന്നിവയെ ഉപയോഗിച്ച് അഴിമതിക്കാർക്ക് സുരക്ഷിത താവളമൊരുക്കുന്ന തിരക്കിലാണ് കേന്ദ്ര സർക്കാർ. അങ്ങനെ എത്രയോ പേരെ ഇ.ഡി സംരക്ഷിച്ച് ചിറകിനുള്ളിൽ ഒതുക്കി. അതിൽ ചില പ്രധാന നേതാക്കൾ ആരൊക്കെയെന്ന് നമുക്ക് നോക്കാം. മഹാരാഷ്ട്ര സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് വായ്പാ ക്രമക്കേടിൽ എൻ.സി.പി നേതാവ് അജിത് പവാറിനെതിരെ കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം അന്വേഷണത്തിന് ഉത്തരവിട്ടു. കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷിക്കാൻ ഇ.ഡിയും കേസെടുക്കുന്നു. 2020 സെപ്റ്റംബറിൽ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം അജിത്തിന് ക്ലീൻ ചീറ്റ് നൽകി. എന്നാൽ അജിത് ബി.ജെ.പി. മുന്നണിയിലേക്ക് മറുകണ്ഠം ചാടിയതോടെ അന്വേഷണം നിലച്ചു. ഇ.ഡിയുടെ കുറ്റപത്രത്തിൽ അജിത്തിന്റെ പങ്ക് വിശദമാക്കുന്നുണ്ടെങ്കിലും കേസിൽ പ്രതിയാക്കിയില്ല. ഇ.ഡിയുടെ തണലിൽ രക്ഷപ്പെട്ട മറ്റൊരു നേതാവാണ് കർണാടക മുഖ്യമന്ത്രിയായിരുന്ന ബി.എസ്. യെദ്യൂരപ്പ. ഭൂമി, ഖനന അഴിമതി കേസുകൾ എന്നിവ നേരിട്ടു. ബി.ജെ.പി. നേതാക്കൾക്കും ജഡ്ജിമാർക്കും അഭിഭാഷകർക്കും കൈക്കൂലി നൽകിയ കണക്കുകളടക്കം പുറത്തു വന്നിട്ടും മോദി അധികാരത്തിലേറിയ ശേഷം ബി.ജെ.പി. നേതാവായ യെദ്യൂരപ്പയെ കേസിൽ നിന്നും രക്ഷിച്ചെടുത്തു. എൻ.സി.പി. നേതാവായിരുന്ന പ്രഫുൽ പട്ടേലാണ് മോഡി ഭരണത്തിൽ രക്ഷപ്പെട്ട മറ്റൊരു നേതാവ്. മൻമോഹൻ സർക്കാരിൽ വ്യോമയാന മന്ത്രിയായിരിക്കെ എയർ ഇന്ത്യക്ക് വിമാനം വാങ്ങിയതിൽ സി.ബി.ഐ കേസെടുത്തു. എന്നാൽ ബി.ജെ.പി. മുന്നണിയുടെ ഭാഗമായി അജിത് പവാർ പക്ഷത്തേക്ക് എത്തിയതോടെ ആ അന്വേഷണവും നിലച്ചു. ബംഗാളിനെ പിടിച്ചുകുലുക്കിയ ശാരദാ ചിട്ടി ഫണ്ട് അഴിമതി കേസിലെ മുഖ്യ പ്രതിയായിരുന്നു സുവേന്ദു അധികാരി. അദ്ദേഹം ബി.ജെ.പിയിൽ എത്തിയതോടെ ആ അന്വേഷണം പൂർണ്ണമായും നിലച്ചു. കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ജ്യോതിരാദിത്യ സിന്ധ്യയുടെ സ്ഥിതിയും മറിച്ചൊന്നുമല്ല. ഭൂമി വിൽപ്പനയ്ക്കിടെ കൃത്രിമ രേഖയുണ്ടാക്കി അതിന് സിന്ധ്യയ്ക്കും കുടുംബാംഗങ്ങൾക്കുമെതിരെ മധ്യപ്രദേശ് സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം കേസെടുക്കുന്നു. എന്നാൽ സിന്ധ്യ കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിൽ ചേക്കേറിയതോടെ കേസ് അവസാനിപ്പിക്കുകയായിരുന്നു. അസമിലെ കോൺഗ്രസ് നേതാവായിരുന്ന ഹിമന്ത്വ ബിശ്വ ശർമ്മയ്ക്കെതിരെ ജല കുംഭകോണം ആരോപിച്ച് ബി.ജെ.പി. ഒരു കാലത്ത് വലിയ പ്രചാരണം നടത്തിയിരുന്നു. ശർമ്മയുടെ അഴിമതികളെ കുറിച്ച് പുസ്തകവും പ്രസിദ്ധീകരിച്ചു. എന്നാൽ 2015 ബി.ജെ.പിയിൽ ചേർന്നതോടെ ആരോപണങ്ങളെല്ലാം പിൻവലിച്ചു. എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ അസം മുഖ്യമന്ത്രിയുമാക്കി. സേനാപതി സാന്താജി കോർപ്പടെ പഞ്ചസാര ഫാക്ടറിയുടെയും കമ്പനികളുടെയും പ്രവർത്തനത്തിലെ ക്രമക്കേടിൽ ഹസൻ മുഷ്രിഫിനെതിരെ 35 കോടിയുടെ കള്ളപ്പണം വെളുപ്പിച്ചതിന് ഇ.ഡി കേസെടുത്തു. എൻ.ഡി.എ സർക്കാരിൽ മന്ത്രിയായതോടെ അദ്ദേഹത്തിനും ക്ലീൻ ചീറ്റ് നൽകി കേന്ദ്രം ആദരിച്ചു. ശാരദാ ചിട്ടി ഫണ്ട് അഴിമതി കേസിൽ പ്രതിയായിരുന്നു തൃണമൂൽ നേതാവായിരുന്ന മുകുൾ റോയ്. ബംഗാളിലെ ഏറ്റവും വലിയ അഴിമതിക്കാരനാണെന്നാണ് റോയിയെ ബി.ജെ.പി. വിളിച്ചിരുന്നത്. 2017 നവംബറിൽ ബി.ജെ.പിയിൽ ചേർന്നതോടെ അദ്ദേഹത്തിനെതിരെയുള്ള കേസന്വേഷണം പോയ വഴി കണ്ടില്ല. ശിവസേനയിൽ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ നാരായൺ റാണെ കോൺഗ്രസിലൂടെയാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായത്. കള്ളപ്പണം വെളുപ്പിക്കലിൽ ഇ.ഡി, സി.ബി.ഐ അന്വേഷണത്തിനിടെ 2019 ബി.ജെ.പിയിൽ ചേർന്നതോടെ ആ അന്വേഷണവും അവസാനിപ്പിച്ചു. നിരന്തരം അഴിമതി ആരോപണങ്ങളും ക്രിമിനൽ കേസുകളും ബി.ജെ.പി. ഉയർത്തിയ അരുണാചൽ പ്രദേശിലെ കോൺഗ്രസ് നേതാവായിരുന്നു പേമ ഖണ്ഡു. എന്നാൽ അദ്ദേഹവും ബി.ജെ.പിയിൽ എത്തിയതോടെ എല്ലാം അവസാനിച്ചു. നിലവിൽ അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയാണ് പേമ ഖണ്ഡു. ഇത്തരത്തിൽ വേറെ ഒട്ടേറെ നേതാക്കളും മുന്നണി മാറി ബി.ജെ.പിക്ക് ഒപ്പം കൂടിയപ്പോൾ അഴിമതി വിരുദ്ധരായി. ദിഗംബർ കാമത്ത്, തപസ് റോയ്, ഭാവന ഗവായി, സി.എം. രമേശ്, അമരീന്ദർ സിംഗിന്റെ മകൻ രണീന്ദർ സിംഗ്, കൃപാശങ്കർ സിംഗ് തുടങ്ങി ഇങ്ങനെ നീളുന്നു മറ്റ് പാർട്ടികളിൽ നിന്ന് ബി.ജെ.പിയിൽ എത്തിയ ശേഷം വിശുദ്ധരാകപ്പെട്ട നേതാക്കളുടെ പട്ടിക.